ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രം ഇത് മേക്ക് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഗിയർ വെയർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്, പോളൻ എടുത്തിട്ടുണ്ട്, പിന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ടൈപ്പ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അത് മൾട്ടി കളറാണ് വരുന്നത്. പിന്നെ വരുന്നത് സാറ്റിൻ ബോ ആണ്. സാറ്റിൻ ബോ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ B7000 ഗ്ലൂ ആണ്. അത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് എടുത്ത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഗിയർ വെയറിൽ നമുക്കൊരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലൊന്ന് ചുറ്റിയെടുത്താൽ മതി. നല്ല രീതിയിൽ നിന്നൊന്ന് മുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോയാണ്. ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയുള്ളൊരു ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കാണേലും അതുപോലെ തന്നെ സെയിൽ ചെയ്തെടുക്കാനാണ് നല്ലൊരു ഹെയർ ബോയാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുന്ന 2 ബട്ടർഫ്ലൈയുടെ ബീഡ്സും ഒരു ലാവൻഡർ കളർ ബീഡ്സും കൂടെ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ വേറെ 2 എണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല വേറെ ടൈപ്പ് ബീഡ്സ് തന്നെയാണെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാണ്. അത് വൈറ്റ് ബീഡ്സ് തന്നെയാണെങ്കിലും ചെറുതും വലുതും പല സൈസിലുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2 ബീഡ്സും എല്ലാം ഒന്ന് ചുറ്റി കൊടുക്കുക, നന്നായിട്ടൊന്ന് മുറുക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തത് ഞാൻ മുമ്പ് 2 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതോടെ കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് ബീഡ്സും പിന്നെ ബട്ടർഫ്ലൈയും കൂടെ ചേർത്തിട്ട് ചുറ്റിച്ചെടുത്താണ്. പിന്നെ അടുത്തായിട്ട് ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബീഡ്സ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സാറ്റിൻ ബോയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പോളൻ്റെ ആ ഗ്രീൻ ലീഫ് പോലെ ഇരിക്കുന്ന അത് നമുക്ക് ആ പോളനിലോട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ടാണ് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ആ ഒരു ഗ്രീൻ കളറും കൂടെ ആ ഒരു ഇത് പോളനി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതുപോലെ നന്നായിട്ടിരിക്കും. നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇത് ഓരോന്നോരോന്നായി നമുക്ക് എത്ര എണ്ണം വേണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഐറ്റംസൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കാറ്റലോഗിലെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് വാങ്ങിക്കാം. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം നല്ല ബീഡ്സുകളും അതുപോലെ നല്ല പോളനും ഫോം ഫ്ലവറും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പ് ഞാൻ ഇതുപോലെ ഒത്തിരി കിറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഡ്സിൻ്റെ കിറ്റാണേലും അതുപോലെ ഫോം ഫ്ലവറും പോളനും ഒക്കെ വെച്ചിട്ടുള്ള കിറ്റുകളൊക്കെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ ആ ഒരു കിറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഫ്രീ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ അങ്ങനെയുള്ള പല ടൈപ്പ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഡ്സിൻ്റെ കിറ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നോക്കുക. അപ്പോൾ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയും DTDC വഴിയുമാണ്. കൂടുതലായിട്ടും ഇന്ത്യൻ പോസ്റ്റ് വഴി തന്നെയാണ് അയക്കുന്നത്. കാരണം DTDC വഴി അയക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ വീടുകൾ എത്തിക്കുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത്. 3 ഡേയ്സ് കൊണ്ടൊക്കെയും പല സ്ഥലത്തൊക്കെ സാധനം ചെല്ലുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നന്നായി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു
ബീഡ്സിൻ്റെ കിറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ മെസ്സേജ് ചെയ്യുക. അത് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞ്. പിന്നെ അടുത്ത് നമ്മൾ ആ ഒരു ഹെയർ ബാൻഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് ബീഡ്സ് കെട്ടിക്കൊടുത്തില്ല, ആ ഒരു ഐറ്റംസ് എടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോം ഫ്ലവർ അതിൻ്റെ മേളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫോം ഫ്ലവറും ഈ ബട്ടർഫ്ലൈയുടെ ബീഡ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതാണ് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഫോം ഫ്ലവർ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫോം ഫ്ലവറും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇത്രയും മാറ്റി ഒട്ടിച്ചേക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് പോളനും വെക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഗിയർ വയർ വെച്ച് കെട്ടിക്കൊടുത്ത ആ ഒരു ബീഡ്സും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫോം ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്ത് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. നിങ്ങൾക്കിതുപോലെ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്